ഞാൻ അങ്ങ് ദൂരെ നിന്ന് വരുന്നു, ഇന്ത്യയുടെ അങ്ങേ അറ്റത്ത് നിന്നും. ഇത് കണ്ടോ, എന്റെ കൊച്ചുമോളുടെയാ. അവൾ ഒരു ദിവസം പതിവ് പോലെ അവളുടെ കുതിരയെ തീറ്റുവാൻ പോയതായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം കശ്മലന്മാർ അവിടെ ഒരു അമ്പലത്തിൽ വെച്ച് അവളെ പച്ചയ്ക്ക് തിന്നു തീർത്തു. അപ്പോഴൊക്കെ ഞങ്ങൾ അവളെയും തേടി അലയുകയായിരുന്നു. നീണ്ട ദിവസങ്ങൾ. പിന്നെ അവളെ കണ്ടെത്തുമ്പോൾ ശരീരമാകെ മുറിവുമായി വീങ്ങിത്തടിച്ച് ചോരയുണങ്ങി. ഞങ്ങളുടെ പൊന്നുമോൾ, ഞങ്ങളുടെ പൊന്നുമോൾ. ആർക്കു വേണ്ടിയാ, എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ എന്തൊരു സന്തോഷമായിരുന്നതോ. എടി നിക്ക്, നിന്നെ ഞാനുണ്ടല്ലോ. ഈ പെണ്ണിനെ ഒന്ന് കുളിപ്പിക്കണമെങ്കിലുള്ളൊരു പാട്. തല കണ്ടില്ലേ, ചകിരിനാല് പോലെ ഉണ്ട്. ദേ, ഇവിടെ എണ്ണ തേക്കാൻ സമ്മതിക്കുന്നില്ല. മോളെ വന്ന് എണ്ണ തേക്കടി, എന്നിട്ട് പോ. അന്നൊക്കെ ഈ സന്തോഷം ഞങ്ങളുടെ നാട്ടിലാകെ ഉണ്ടായിരുന്നു. കാലിമേച്ചും കൃഷി ചെയ്തും അല്ലലില്ലാതെ ജീവിച്ചു വന്നവരാ ഞങ്ങൾ. പാവം എന്റെ പൊന്നുമോൻ, അവനെയും അവർ വെറുതെ വിട്ടില്ല. പെട്രോളിന് വില കുറഞ്ഞാൽ, ഞങ്ങളുടെ വണ്ടി ഓടിച്ചാൽ കൈ നിറയെ പൈസ കിട്ടുമെന്ന് അവൻ പറയുമായിരുന്നു. ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് വന്നത്. അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു പറഞ്ഞു, പെട്രോളിന് വില കുറച്ച് 50 രൂപയാക്കുമെന്ന്. അത് വിശ്വസിച്ച ഞങ്ങൾ എല്ലാവരും അവർക്കാണ് വോട്ട് ചെയ്തത്. പിന്നെ അവർ ജയിച്ചപ്പോൾ നടത്തിയ വിജയാഹ്ലാദ പ്രകടനം, എന്റെ മോനെയാ അവർ ആദ്യം ചുട്ട് കൊന്നത്. അന്ന് അവർ നടത്തിയ നരനായാട്ട് എന്തൊക്കെയാണെന്നോ. ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. ഞങ്ങളുടെ വീടുകൾ, കൃഷികൾ, കന്നുകാലികൾ, വാഹനങ്ങൾ എല്ലാം അവർ കൊള്ളയടിച്ചു നശിപ്പിച്ചു. അന്ന് ഇവിടുന്ന് ഓടിപ്പോന്നവരാ ഞങ്ങൾ. ഞാനും എന്റെ മകന്റെ ഭാര്യയും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു നാട്ടിലെത്തി. പൂർണ്ണ ഗർഭിണിയായിരുന്ന മകന്റെ ഭാര്യയും കൊണ്ട് തുടർന്ന് യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു. അന്ന് ഞങ്ങൾ താമസിച്ച സ്ഥലത്തും രാത്രിയുടെ മറവിൽ അവർ കലാപം അഴിച്ചുവിട്ടു. പൂർണ്ണ ഗർഭിണിയായിരുന്ന മകന്റെ ഭാര്യയുടെ വയർ കീറി കുഞ്ഞിനെ പുറത്തെടുത്തു. കൈയും കാലും വലിച്ചു കീറി തീയിലിട്ട് കൊന്നു ഈ ചെന്നായ്ക്കൾ. ആ കാഴ്ച കണ്ട് ഹൃദയം പൊട്ടിയ എന്റെ ഭാര്യ മരിച്ചത്. നിങ്ങൾ ഇത് കണ്ടോ? എന്റെ മകന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാ. പിന്നെ ഞാനവിടെ നിന്നില്ല, ഓടുകയായിരുന്നു. എങ്ങോട്ടെന്നില്ലാത്ത ഓട്ടം. മക്കളെ, ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമോ? ഊണ് റെഡി. കഞ്ഞി, കപ്പ, പൊറോട്ട, ബീഫ്. അയ്യോ ബീഫ്. എന്റെ ഇളയ സഹോദരന്റെ വീട്ടിൽ ബീഫ് പാകം ചെയ്തെന്ന് പറഞ്ഞ അവർ അവനെ തല്ലിക്കൊന്നത്. ജീവിക്കാൻ വേണ്ടി കാലിക്കച്ചവടം നടത്തുന്ന ഞങ്ങളുടെ അയൽക്കാരായ 2 ചെറുപ്പക്കാരെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കുകയായിരുന്നു. എന്ത് നശിച്ച നാളുകൾ, പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ. അവിടെ നിന്നും ഓടിയ ഓട്ടം ഇന്നും തുടരുകയാ. ആ സമയത്ത്
ആകെയുണ്ടായിരുന്ന സമ്പാദ്യമായത്. അപ്പോഴാണ് അറിയുന്നത് അവർ നോട്ട് നിരോധിച്ചത്. ഉള്ള സമ്പാദ്യം മാറ്റിയെടുക്കാൻ ആളുകൾ നിന്ന വലിയ ക്യൂവിലേക്ക് ഞാനും കയറി നിൽക്കുവാൻ നോക്കി. ഒരു തെണ്ടിയുടെ വേഷവും ഭാണ്ഡക്കെട്ടും കണ്ട് അവർ എന്നെ ഓടിച്ചു വിടുകയായിരുന്നു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം ആർക്കും ഉപകാരപ്പെടാതെ ഇന്നും കൊണ്ട് നടക്കുകയാ. മോന് വേണോ? നിനക്ക് വേണോ? ഞാൻ പിന്നെയും യാത്ര തുടർന്നു. ഇതിനിടയിൽ എന്തെല്ലാം വങ്കത്തരങ്ങൾ അവർ പറഞ്ഞു. നമ്മളത് വിശ്വസിച്ചു. 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്നവർ പറഞ്ഞു. 110 രൂപ വരെയായി. 10 കോടി തൊഴിൽ തരുമെന്ന് പറഞ്ഞു. 20 കോടി നഷ്ടപ്പെടുത്തി. പാചകവാതകം 350 രൂപയിൽ താഴെയാക്കുമെന്നവർ പറഞ്ഞു. 900 രൂപയ്ക്ക് മേലെ വന്നു. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരുമെന്ന് പറഞ്ഞു. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം. നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലാക്കുമെന്ന് അവർ പറഞ്ഞു. ലാഭത്തിലുള്ളതേ ആക്രി വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുകയാ. GST വന്നാൽ വില കുറയുമെന്നവർ പറഞ്ഞു. സാധനങ്ങൾക്ക് തീ വിലയായിക്കൊണ്ടിരിക്കുകയാ. ഡിജിറ്റൽ ഇന്ത്യ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ നമ്മളെല്ലാവരും അതങ്ങ് വിശ്വസിച്ചു. യുവാക്കൾ എതിർശബ്ദം മുഴക്കിയപ്പോൾ ഇന്റർനെറ്റ് വരെ കട്ട് ചെയ്യുകയാ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാ. ഇവർ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കണം, അനുസരിച്ചിരിക്കണം. എതിർത്താലോ രാജ്യദ്രോഹിയാവും. ഇപ്പോഴും അവരെന്റെ പിറകെയുണ്ട്. അവര് പറയുക എന്റെ രേഖ കാണണമെന്ന്. അല്ല, നിങ്ങളുടെ നമ്മളുടെ രേഖ കാണണമെന്ന്. സ്വന്തം നാട്ടിൽ നിന്ന് ജീവന് കയ്യിൽ പിടിച്ചോടിയ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്റെ കുടുംബം പോലും ഇല്ലാതാക്കി. ഈ രേഖ കാട്ടിയിട്ട് എന്ത് കാര്യം? 30 വർഷം രാജ്യത്തിന് വേണ്ടി പട്ടാളത്തിൽ സേവനം നടത്തിയയാൾ പൗരത്വ പട്ടികയ്ക്ക് പുറത്ത്. രാഷ്ട്രപതിയുടെ ചെറുമകൻ പോലും പട്ടികയിലില്ല. കാരണം എന്താണെന്നോ? അവരുടെയൊക്കെ പേരുകൾ ഒരു മതത്തിന്റെ ആയതുകൊണ്ടാ. ഈ അക്രമികളുടെ വിശ്വാസ ഗ്രന്ഥം വിചാരധാരയല്ലേ? അതിലെന്താ പറഞ്ഞതെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇന്ത്യക്ക് 3 ശത്രുക്കളാണത്. 1 മുസ്ലിം. തൊപ്പിയും താടിയും വെച്ച് ഇതിലേ നടക്കുന്ന നമ്മുടെ ആലിക്കയും അമ്മതക്കയും. രണ്ടാമത്തേത് ആരാണെന്നോ? ക്രിസ്ത്യാനികൾ. മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയ്ക്കുന്ന നമ്മുടെ മത്തൻ ചേട്ടനും മറിയാമ്മച്ചടത്തി. 3ാമത്തേത് കമ്മ്യൂണിസ്റ്റുകൾ. ഈ ബില്ലിനെതിരെ പോരാട്ടം നടത്തിയതിന് ആദ്യം അറസ്റ്റിലായത് ഈ വിഭാഗത്തിന്റെ നേതാക്കന്മാരാണ് പോലും. പക്ഷേ എനിക്കൊന്നറിയാം. ഞാൻ ഇന്ത്യക്കാരനാണെന്ന്. എന്റെ അച്ഛനും വലിയച്ഛനും ജനിച്ചത് ഈ ഇന്ത്യയുടെ മണ്ണിലാണെന്ന്. എന്റെ വിയർപ്പും കൂടി വീണ ഞങ്ങളുടെ നാട്ടിലെ ആപ്പിൾ മരങ്ങൾ പൂവിട്ടതെന്ന്, ഗോതമ്പ് പാടങ്ങൾ കതിരണിഞ്ഞതെന്ന് നിങ്ങൾ കരുതിയിരുന്നു. ഇന്ന് എന്റെ നേരെ ചൂണ്ടിയ വിരൽ നാളെ നിങ്ങളുടെ നേരെയും തിരിയും. അതിനധികം സമയം വേണ്ട മക്കളെ, അധിക സമയം വേണ്ട. അവർ നമ്മളെ കൊണ്ടുപോകും. അവർ തയ്യാറാക്കുന്ന തടങ്കൽ പാളയത്തിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും, എന്തിനാ നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം? ആർക്കു വേണ്ടിയാ?